റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. അതിൻ്റെ 6-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 6-ാം വാക്യം പറയുന്ന ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഫോർ ടു ബി കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്, ബട്ട് ടു ബി സ്പിരിച്വലി മൈൻഡഡ് ഈസ് ലൈഫ് ആൻഡ് പീസ്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, കാർണലി മൈൻഡഡ് എന്ന് പറയുന്നത് മരണമാണ്. കാർണലി മൈൻഡഡ്, ഹല്ലേലൂയ. കാർണൽ മാൻ, ജഡമനുഷ്യനെ ദൈവത്തിൻ്റെ വചനം പല ഓമന പേരുകളിൽ വിളിക്കാറുണ്ട്, പല പേരുകളിൽ വിളിക്കാറുണ്ട്. പഴയ മനുഷ്യൻ, നാച്ചുറൽ മാൻ, പ്രകൃതിപരമായിട്ടുള്ള മനുഷ്യൻ, പഴയ മനുഷ്യൻ എന്നിങ്ങനെ പല പേരുകളിൽ ദൈവത്തിൻ്റെ വചനം പറയാറുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ഫോർ ടു ബി കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത മരണമെന്നാണ് അവിടെ മലയാളത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാർണലി മൈൻഡഡ്, അതായത് ജഡ മനസ്സുള്ള മനുഷ്യൻ, ജഡമനസ്സുള്ള. അവിടെ നിന്ന് അല്പം ഡീപ്പിലേക്ക്, ആ വചനത്തിൻ്റെ ഡീപ്പിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് കാർണലി മൈൻഡഡ് എന്ന് വെച്ചാൽ ജഡ മനസ്സ്, ജഡത്തിൻ്റെ മനസ്സ്. നമ്മൾ പറയും, നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ജഡം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിലരെയൊക്കെ ചൂണ്ടിയാണ് പറയുന്നത്, ഇന്ന മനുഷ്യൻ ജഡീകനാണ്, ഇന്ന സ്ത്രീ ജഡീകയായ സ്ത്രീയാണ്, ഇന്ന കുഞ്ഞ് അല്ലെങ്കിൽ അവൾ ജഡീകയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ജഡമനുഷ്യൻ എവിടെയാണ് ഇരിക്കുന്നത്? ആരാണ് ഈ ജഡമനുഷ്യൻ? ആരാണ് ഈ കാർണൽ മൈൻഡുള്ള ഈ മനുഷ്യൻ? ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളായ നമ്മളിൽ ഈ ജഡമനുഷ്യനുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിക്കുന്ന നമ്മളിൽ ഈ ജഡമനുഷ്യനുണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ജഡമനുഷ്യൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു ജഡമനുഷ്യനെ വെച്ചിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ജഡമനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്ലഷും ബ്ലഡുമുള്ള ഒരു മനുഷ്യനെന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ജഡീകരായിട്ടുള്ള അല്ലെങ്കിൽ ലൗകിക ചിന്തകൾ മാത്രമുള്ള മനുഷ്യരെക്കുറിച്ചും അല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്ത, നമ്മളിൽ ജഡമനുഷ്യനുണ്ടോ? നമ്മൾ ആരാണ്? ഹല്ലേലൂയ. അതുകൊണ്ട് ഫ്ലഷും ബ്ലഡും അല്ലെങ്കിൽ മാംസവും ശരീരമുള്ള മനുഷ്യനെ കുറിച്ചാണോ ഇത് പറയുന്നത്? അതോ അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ചാണോ ഇത് പറയുന്നത്? അത് നമ്മൾ കാണുവാൻ പോകുകയാണ്. ആരാണ് ജഡമനുഷ്യൻ? ബൈബിള് പറയുന്ന ജഡമനുഷ്യൻ എന്ന് പറയുന്നത് പാപം ചെയ്ത മനുഷ്യൻ. ഹല്ലേലൂയ. ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വചനപ്രകാരം അവനെ ഒരു ജഡമനുഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവനെ സൃഷ്ടിച്ചത് ആത്മമനുഷ്യനായിട്ടാണ്. ഹല്ലേലൂയ. അവനെ ദൈവം സൃഷ്ടിച്ചത് ആത്മമനുഷ്യനായിട്ടാണ്. വചനം പറയുന്നത് നിലത്തെ പൊടിയിൽ നിന്ന് ആദാമിന് രൂപം കൊടുത്ത് അവൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി അവൻ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഹല്ലേലൂയ. അന്നു മുതൽ അവൻ ചലിച്ചത്, ആദം ചലിച്ചത്, എന്ന് പറയുന്ന ആത്മമനുഷ്യൻ ചലിച്ചത് ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ ചലിച്ചത് എങ്ങനെയായിരുന്നു? ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. അവനൊരു ഭൗതിക വേൾഡിലാണ് താമസിച്ചിരുന്നത് എങ്കിൽ പോലും അവൻ ജീവിച്ചത് ആത്മമണ്ഡലത്തിലായിരുന്നു. മനസ്സിലാകുന്നവർ കർത്താവിനെ ഒന്ന്
ആസ്വദിച്ചാട്ടെ. ആദം ജീവിച്ചത് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ നടന്നത്, അവൻ ചലിച്ചത് ആത്മമണ്ഡലത്തിലായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും ജഡത്തിലല്ല സൃഷ്ടിച്ചത്, അവൻ ജഡീകനായിട്ടല്ല സൃഷ്ടിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ജഡീകത്വം അല്ലെങ്കിൽ ജഡമെന്ന് പറയുന്നതിൻ്റെ ബിബ്ലിക്കൽ മീനിങ് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എപ്പോൾ ആദം പാപം ചെയ്തോ അന്നു മുതൽ അവൻ്റെ ഉള്ളിൽ ഒരു ജഡ മനുഷ്യൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യനോടൊപ്പം തന്നെ ഒരു ജഡീക മനുഷ്യനും അവൻ്റെ ഉള്ളിൽ ജനിക്കുവാനിടയായി തീർന്നു, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ജീവിക്കുവാനിടയായി തീർന്നു. ആമേൻ. ജഡീക മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ജീവിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ദൈവമല്ല. പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ ആദമിൻ്റെ അകത്തുണ്ടായ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ജഡമനുഷ്യൻ എന്ന് പറയുന്നത്. കറപ്റ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ആ ജഡമനുഷ്യൻ മാനവരാശിയുടെ ഉൽപ്പത്തി മീൻസ്, ഹല്ലേലൂയ, ദൈവം സൃഷ്ടിച്ച ഉൽപ്പത്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആമേൻ. പാപം ചെയ്തതിന് ശേഷമുള്ള ആ കാലഘട്ടം മുതൽ ഇന്നുവരെ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഈ ജഡമനുഷ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഈ ജഡമനുഷ്യനിൽ നിന്ന് മാനവരാശിയെ, അല്ലെങ്കിൽ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചില പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി. ഹല്ലേലൂയ. ജഡത്തിൽ ചലിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ മരിക്കും നിശ്ചയം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ജഡത്തിൽ ചലിക്കുന്ന മനുഷ്യൻ മരിക്കും. അത് നിത്യ നരകമെന്ന് പറയുന്ന ആ മരണത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിത്യ നരകമെന്ന് പറയുന്ന മരണം. ഹല്ലേലൂയ. ജഡത്തിൽ ചലിക്കുന്ന മനുഷ്യൻ മരിക്കും നിശ്ചയം. പൗലോസ് വരയിട്ട് ഉറപ്പായി പറയുകയാണ്, ആ മനുഷ്യൻ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. എന്നാൽ ആ മരിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടു പോയ മനുഷ്യനെ, ഹല്ലേലൂയ, ജീവിക്കുവാൻ വേണ്ടി വിധി എഴുതിയതാണ് ക്രൂശിലെ സ്നേഹം. വിധി എഴുതിയതാണ് ക്രൂശിലെ മരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ക്രൂശിലെ മരണത്തോടുകൂടെ ദൈവവചനപ്രകാരം വചനം പറയുന്നത് ഹല്ലേലൂയ, ജീവിക്കുവാൻ ഒരു പ്രൊവിഷൻ, ഹല്ലേലൂയ, ജീവിക്കുവാനുള്ള ഒരു പദ്ധതി ആർക്ക് കൊടുത്തു? മനുഷ്യന് ദൈവം കൊടുത്തു. അതിൻ്റെ ബലത്തിലാണ്, അതിൻ്റെ ശക്തിയിലാണ് ഇന്ന് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഹല്ലേലൂയ. മരിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യനെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് മോചിപ്പിച്ച ജീവന്റെ അധികാരിയായ ക്രിസ്തുവിനോട് ചേർത്ത് ഹല്ലേലൂയ നടത്തി ഉയർത്തി സ്വർഗത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന പദ്ധതിയാണ് ആ ജീവന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ജഡമനുഷ്യനെ കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ഞാൻ ആദ്യത്തെ ആ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ജഡമനുഷ്യൻ, ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതുക്കം ഭാവിക്കുന്ന മനുഷ്യൻ യേശുവിലേക്കൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവൻ്റെ പഴയ മനുഷ്യൻ, ഹല്ലേലൂയ, മരിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിനകത്താണ് അത് എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ അങ്ങനെ പല ഭാഗങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. 6:11 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നതോ ദൈവത്തിനു ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഹല്ലേലൂയ. യു ഹാവ് ടു കൗണ്ട് യുവർ സെൽഫ്. ഹല്ലേലൂയ. നിങ്ങൾ എന്താണ് കൗണ്ട് ചെയ്യേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് എണ്ണേണ്ടത്? ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്
യഥാർത്ഥത്തിൽ ആമേൻ വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവൻ മരിക്കുകയാണ് ആമേൻ ചെയ്യുന്നത്. അവിടെ ആമേൻ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒരുവൻ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൂടി രക്ഷയിൽ കൂടി യേശുവിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ വചനം പറയുന്നത് അവൻ്റെ പഴയ മനുഷ്യൻ, ജഡ മനുഷ്യൻ അല്ലെങ്കിൽ കാർണൽ മാൻ, ഹല്ലേലൂയ ആമേൻ, ആ പഴയ മനുഷ്യൻ, നാച്ചുറൽ മാൻ എന്നൊക്കെ പറയുന്ന ആ പഴയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മരിക്കുന്നു. ഹല്ലേലൂയ. ആ പഴയ മനുഷ്യൻ മരിക്കുന്നു. ആമേൻ. പിന്നെ അവനിൽ ജീവിക്കുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിലെ ആത്മാവ് ആമേൻ ജീവൻ പ്രാപിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിൽ കൂടി ആമേൻ തേജസ്സും ബഹുമാനവും ആമേൻ മനുഷ്യന് ലഭിക്കുന്നു. തേജസ്സും ബഹുമാനവും മനുഷ്യന് ലഭിക്കുന്നു. അവൻ്റെ പഴയ മനുഷ്യൻ മരിക്കുന്നു. ആമേൻ തേജസ്സും ബഹുമാനവുമുള്ള ഒരു പുതിയ മനുഷ്യൻ ആമേൻ എൻ്റെയും നിങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ആമേൻ മനുഷ്യൻ്റെ അകത്ത് ജീവിക്കുന്നു. അവനെ സംബന്ധിച്ച് അവന് മരണമില്ല. ഹല്ലേലൂയ. ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിക്കുമെന്ന് ഒരിടത്ത് പറയുമ്പോൾ മറ്റൊരിടത്ത് പറയുന്നത് ഹല്ലേലൂയ ആത്മാവിൽ ജീവിക്കുന്നവന് മരണമില്ല. ഹല്ലേലൂയ. ആത്മാവിൽ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്നവർക്ക് മരണമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചല്ലോ. വചനം പറയുന്നത് അതൊരു നിദ്രയാണ്. ഹല്ലേലൂയ. അവൻ കണ്ണടച്ച് തുറക്കുന്നത് സ്വർഗീയ അനുഭവങ്ങളിലേക്കാണ്. ഹല്ലേലൂയ. അവൻ മരിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ജഡം കാർണൽ മാൻ, റോമലേഖനം 8-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ വായിച്ചത് കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? അവൻ പാപസംബന്ധമായി മരിക്കുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ ജഡം മരിക്കുന്നു. അവൻ ആത്മാവ് സംബന്ധമായിട്ട് ആ വ്യക്തി ജീവിക്കുന്നു. അങ്ങനെ പാപസംബന്ധമായി മരിച്ച മനുഷ്യൻ, ആത്മസംബന്ധമായി ജീവിച്ച മനുഷ്യൻ അവൻ്റെ ആത്മീക ജീവിതം മുമ്പോട്ട് നയിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നയിച്ച് മുമ്പോട്ട് ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ഹല്ലേലൂയ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തു ഈ ഹൃദയത്തിനകത്ത് വസിച്ച് നടക്കുന്ന മനുഷ്യൻ എന്താ സംഭവിക്കുന്നത്? അല്പം കഴിയുമ്പോൾ അവൻ അറിയാതെ അവൻ്റെ ചില പഴയ സ്വഭാവങ്ങൾ പൊങ്ങി വരുന്നു. ഹല്ലേലൂയ. ചിലരെങ്കിലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ആത്മാവിൽ ജനിച്ച നിനക്കിത് പറയാൻ പറ്റുമോ? ആത്മാവിൽ ജനിച്ച നിനക്ക് ഒരു ദൈവ പൈതലായ നീ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മോട് തന്നെ നമ്മൾ ചോദിച്ചാൽ പലയാവർത്തി പലതവണ അല്ല ഇന്നും ഹല്ലേലൂയ ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവം ചിലരിലെങ്കിലും പൊങ്ങി വന്നതായിട്ട് നമ്മളെ തന്നെ നോക്കിയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്താണ് ഈ കാർണൽ മൈൻഡ് എന്ന് പറയുന്നത്? ഈ കാർണൽ മൈൻഡിനെ കുറിച്ച് വചനം എന്താണ് പറയുന്നത്? പ്രധാനപ്പെട്ട 3 ശത്രുക്കളാണ് നമുക്കുള്ളത്. ഒരു ദൈവ പൈതലിന് പ്രധാനപ്പെട്ട 3 ശത്രുക്കളുണ്ട്. ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് നമ്മുടെ ശത്രുവാണ്. ഏത് ദൈവമക്കളുടെയും ശത്രു പിശാചാണ്. നമ്മുടെ ശത്രു നമ്മുടെ മാതാപിതാക്കളല്ല. നമ്മുടെ ശത്രു നമ്മൾ കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത വ്യക്തിയല്ല. നമ്മളെ വഴക്ക് പറയുന്നവരല്ല. നമുക്ക് എതിരെ കൂടുപാത്രം ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിയല്ല. നമുക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയല്ല നമ്മുടെ ശത്രു. വചനം പറയുന്ന ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ശത്രുവായ അപവാദിയായ പിശാചാണ് നമ്മുടെ ശത്രു. അപ്പോൾ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് പിശാച്. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ആരാണ്? രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ഈ ലോകമാണ്. ഹല്ലേലൂയ. ലോക സ്നേഹം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ, ഹല്ലേലൂയ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലോകം ആർക്ക് ശത്രുത്വമുള്ളതാണ്? ദൈവത്തിന് ശത്രുത്വമുള്ളതാണ്. ശത്രുവുണ്ട്, ശത്രുത്വമുണ്ട്. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശത്രു എന്ന് പറഞ്ഞാൽ ഇന്നലെ നിന്നെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും സംസാരിച്ച വ്യക്തിയോ ഏതെങ്കിലും പ്രവർത്തിച്ച വ്യക്തിയോ ആണ് ശത്രു എന്ന് പറയുന്നത്. എന്നാൽ ശത്രുത്വം എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ചില ദീർഘനാളുകളായി ഹല്ലേലൂയ, ചില വർഷങ്ങളായി ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ എൻഡില്ലാത്ത ഒരു കാര്യത്തെയാണ് ശത്രുത്വം എന്ന് പറയുന്നത്. എൻഡില്ലാത്ത ഒരു കാര്യത്തെയാണ് ശത്രുത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകവും ദൈവവും തമ്മിൽ എനിമിറ്റിയാണ്, ശത്രുത്വമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശത്രുവല്ല ലോകം. ദൈവത്തിൻ്റെ ശത്രുത്വം വെച്ചു പുലർത്തുന്ന ഹല്ലേലൂയ അനുഭവമാണ് ലോകമെന്ന് പറയുന്നത്. ഒരിക്കലും ആ ശത്രുത്വം അവസാനിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ശത്രു പിശാച്, രണ്ടാമത്തെ ശത്രു ലോകമെന്ന് പറയുന്നതാണ്. എന്നാൽ മൂന്നാമത്തെ ശത്രു ആരാണെന്നറിയാമോ? പലപ്പോഴും നമ്മളത് മെൻഷൻ ചെയ്യാറില്ല, പലപ്പോഴും നമ്മളതിനെ എടുത്തു പറയാറില്ല. ഏറ്റവും വലിയതും അപകടകാരിയുമായിട്ടുള്ള ശത്രു ആരാന്നറിയാമോ? നീ എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട യേശുവിനോട് കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് ഒരിക്കൽ മരിച്ചെന്ന് പറയുകയും പാപവത് സംബന്ധമായി മരിച്ചെന്ന് പറയുകയും എന്നാൽ ഹല്ലേലൂയ നിന്റെ അവയവങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായ ആ വ്യക്തിത്വമാണ്, അവനാണ് നീ. ഹല്ലേലൂയ. അവനാണ് നിന്റെ റിയൽ ശത്രു. ഹല്ലേലൂയ. നിന്റെ ആത്മ മനുഷ്യനല്ല നിന്റെ റിയൽ ശത്രു. പിശാചല്ല നിന്റെ റിയൽ ശത്രു. ലോകമല്ല നിന്റെ റിയൽ ശത്രു. യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് നിന്റെ അകത്ത് മരിച്ചെന്ന് നീ പറയുകയും എന്നാൽ നീ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഇപ്പോഴും ജീവിക്കുന്ന, നിന്റെ അവയവങ്ങളിൽ ജീവിക്കുന്ന, നിന്റെ നാവിൽ ജീവിക്കുന്ന, നിന്റെ കണ്ണിൽ ജീവിക്കുന്ന, നിന്റെ ചെവിയിൽ ജീവിക്കുന്ന, നിന്റെ കാലുകളിൽ കൂടി ജീവിക്കുന്ന, നിന്റെ പ്രവൃത്തിയിൽ കൂടി ജീവിക്കുന്ന ആ പഴയ മനുഷ്യനാണ് നിന്റെ റിയൽ ശത്രു എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പല ആത്മീക നന്മകളുടെയും തടസ്സങ്ങളുടെ പ്രധാന കാരണം നീയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മളിൽ രണ്ട് വ്യക്തിത്വമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത് പൗലോസ് വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. ഒന്ന് നമ്മളിൽ മരിച്ച വ്യക്തിത്വം. രണ്ട് നമ്മളിൽ ജീവിക്കുന്ന വ്യക്തിത്വം. ഹല്ലേലൂയ. ഒന്ന് നമ്മൾ മരിച്ച വ്യക്തിത്വം എന്ന് വെച്ചാൽ പാപസംബന്ധമായ മരിച്ച നീ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യൻ. എന്നാൽ ഹല്ലേലൂയ അവസരം ലഭിച്ചപ്പോൾ ക്രൂശിൽ തറച്ച് കൊന്ന ജഡം. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണുന്നു. അവനാണ് നിന്റെ ആത്മികത്തിന് എതിരെ നിൽക്കുന്ന ശത്രു. അവനാണ് നിന്റെ ഹല്ലേലൂയ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന ശത്രു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് തിരിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഒരു വാസ്തവം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. യാഥാർത്ഥ്യം ഇന്ന് രാത്രി വൈകിയ സമയത്ത് ഞാൻ വിളിച്ചു പറയുകയാണ്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ എന്ത് സംഭവിച്ചു? ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത് വചനം പറയുന്നത് എഫെസ്യ ലേഖനം 4:22, കൊലോസ്യ ലേഖനം 3:9, അവിടെയൊക്കെ പറയുന്നത് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ പാപസംബന്ധമായി മരിച്ചു. എന്നാൽ മരിച്ചുപോയ മനുഷ്യൻ, ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ അവയവങ്ങളിൽ ജീവിക്കുന്നു. അതാണ് എൻ്റെ പരാജയം. എൻ്റെ പരാജയം എന്താണ്? പഴയ മനുഷ്യൻ ഹല്ലേലൂയ അവസരം കിട്ടി, അവസരം ലഭിച്ചിട്ട് എൻ്റെ അവയവങ്ങളിൽ ജീവിക്കുന്നു. അതാണ് എൻ്റെ പരാജയം. പിശാചിനെ ജയിക്കുവാൻ
ഇത്ര ആയിരങ്ങളെ വഞ്ചിച്ച, അനേക അഭിഷിക്തന്മാരെ വീഴിച്ച, നൂറ്റാണ്ടുകളായിട്ട് സംവത്സരങ്ങളായിട്ട് കോടിക്കണക്കിന് ദൂതന്മാരെ വശീകരിച്ച ആ പിശാചിനെ അവനെ ജയിക്കുവാൻ, അവനെ അകറ്റി നിർത്തുവാൻ ഒരു ദൈവ പൈതലിന് ദൈവം തന്നിരിക്കുന്ന ആയുധം എന്താണെന്നറിയാമോ? ആ ആയുധം ഇതാണ്. റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ദൈവങ്ങളെ. പലപ്പോഴും നമ്മൾ പിശാചിനെ ഭയപ്പെട്ടു മാറി നിൽക്കുന്നവരാണ്, പിശാചിനെ പേടിച്ചു മാറി നിൽക്കുന്നവരാണ്. എന്നാൽ വചനം പറയുന്നത് വെരി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് വചനം പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വെരി സിമ്പിൾ. അവൻ ഓടിപ്പോകുമെന്ന. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരത്തില്ല, നിങ്ങളുടെ ശരീരത്തിന്റെ പരിസരത്ത് വരത്തില്ല, നിങ്ങളുടെ കൂട്ടായ്മയുടെ ഏരിയ വരത്തില്ല. വചനം പറയുന്നത് റെസിസ്റ്റ് ചെയ്യുക. എങ്ങനെ? വചനം കൊണ്ടും ആത്മാവ് കൊണ്ട് നീ റെസിസ്റ്റ് ചെയ്താൽ മതി. വചനം കൊണ്ട് റെസിസ്റ്റ് ചെയ്താൽ മതി. യേശുവിൻ്റെ അടുക്കിലേക്ക് പിശാച് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, യേശു കർത്താവ് വചനം കൊണ്ട് റെസിസ്റ്റ് ചെയ്തു. യേശു പറഞ്ഞില്ല, ഞാൻ ദൈവപുത്രനാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായോ? യോർദാന്റെ കരയിൽ വെച്ച് ഹല്ലേലൂയ, സ്വർഗത്തിലെ ശബ്ദം നീയും കേട്ടതല്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം പിശാച് നീ കേട്ടതല്ലയോ? പിന്നെന്തിനാ നീ എന്നോട് നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുന്നതെന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ വചനമെടുത്ത് പിശാചിനെ വെട്ടിയപ്പോൾ പിശാച്, വചനം പറയുന്നത്, പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ, വചനം കൊണ്ട് ചിലതിനെ നേരിടുവാൻ, അഭിഷേകം കൊണ്ട് ചിലതിനെ നേരിടുവാൻ, ദൈവശക്തി കൊണ്ട് ചിലതിനെ നേരിടുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാണെങ്കിൽ നീ ഭയപ്പെടുന്നതൊക്കെ നിന്റെ കാൽ കീഴേ തകർന്നു പോകുവാൻ പോകുകയാണ്. നീ ഭയപ്പെടുന്ന പലതും, നീ ഭയപ്പെടുന്നത് ഒത്തിരി കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഞാനൊന്ന് പറയട്ടെ, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ ചവിട്ടുവാൻ തയ്യാറാകുക. വാക്കുകൊണ്ട് വചനം പറഞ്ഞ ആത്മാവിൽ യേശുവിന്റെ നാമത്തെ നീ ചെയ്യുക. ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഇല്ല, നീ അത് പോയി, അത് മാറിപ്പോയി. ഹല്ലേലൂയ. നീ ചിന്തിക്കും ഇല്ല, അത് പോയിട്ടില്ല, അത് മാറിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ എതിർത്ത് നിന്ന് തുടങ്ങിയാട്ടെ. എതിർത്തിട്ട് ഓടിപ്പോകരുത്. എതിർത്തുകൊണ്ടേയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ എതിർത്തുകൊണ്ടേ ഇരുന്നാൽ, എതിർത്തുകൊണ്ട് നിന്നാൽ ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ നിൽക്കുന്നതൊന്നും അവിടെ നിൽക്കാതെ വണ്ണം സ്വർഗം അതിനെ തകർത്ത് കളയും. അപ്പോൾ പിശാചിനെ ജയിക്കുവാൻ ദൈവം പറഞ്ഞത് എന്താണ്? വാഗൊണ്ട് പറഞ്ഞാൽ മതി. എന്നാൽ നിന്റെ ശത്രുവായ നീ എന്ന് പറയുന്ന ഈ ജഡമെന്ന് പറയുന്ന ആ ജഡത്തെ ജയിക്കുവാൻ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വളരെ കൃത്യമായിട്ട് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ജഡസംബന്ധമായി മരിച്ചു, നിങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 8, 9, 10, 11, 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 11-ാം വാക്യം നമ്മൾ വായിച്ചതാണ്. പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഹല്ലേലൂയ. യു ഹാവ് ടു കൗണ്ട് യുവർ സെൽഫ്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനാണ്. എന്നും പറയണം, ഞാൻ മരിച്ചവനാണ്. ഹല്ലേലൂയ. സഹോദരി, നീ എന്നും പറയണം, ഞാൻ മരിച്ചവനാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവനാണ്. അവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണ്, പക്ഷേ യു ഹാവ് ടു കൗണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, നിങ്ങൾ നിങ്ങളെ തന്നെ എണ്ണണം. ഞാൻ
മരിച്ചവനാണ്. അപ്പോൾ വചനം പറയുന്നത് എന്താണ്? ആമൻ പാപസംബന്ധമായി നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് വഷളായിപ്പോയ പഴയ മനുഷ്യൻ അവൻ മരിച്ചു. ആമൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവൻ മരിച്ചു. ആമൻ മരിച്ചു എന്ന് നമ്മൾ അവിടെ പറയുമ്പോൾ തന്നെ അടുത്ത മുമ്പോട്ട് വരുമ്പോൾ പൗലോസ് പറയുന്നത് ആമൻ മരിച്ചെന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഇരിക്കണ്ട. ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു കൗണ്ട് യുവർ സെൽഫ് എവരി ഡേ. എല്ലാ ദിവസവും നീ പറയണം, ഞാൻ മരിച്ചവനാണ്, ഞാൻ ക്രിസ്തുവിൽ പുതിയതാണ്, ഞാൻ ക്രിസ്തുവിൽ പുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹല്ലേലൂയ, ആമൻ നിങ്ങൾ എണ്ണണം. യു ഹാവ് ടു കൗണ്ട് യുവർ സെൽഫ്. ആമൻ 12-ാം വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ആമൻ പൗലോസ് ഒരു വാണിംഗ് പോലെ പറയാം, ഇനി അത് അങ്ങനെ ഉണ്ടാകരുത്. ഹല്ലേലൂയ, ആമൻ ഹല്ലേലൂയ. അന്ന് മരിച്ച് അന്ന് ക്രൂശിൽ കയറ്റി ആമൻ ആണി അടിച്ചിട്ടെങ്കിൽ ആമൻ ഒരു കാരണവശാലും ന്യായമായി അത് പുറത്തു വരാനുള്ള സാധ്യതയില്ല. കാരണം ക്രൂശിൽ ആമൻ തറച്ചു കഴിഞ്ഞാൽ, ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിക്കാൻ യാതൊരു വഴിയുമില്ല. പക്ഷേ പൗലോസ് ആമൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഒന്ന്, യു ഹാവ് ടു കൗണ്ട് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ എണ്ണണം. 2, ആമൻ ഹല്ലേലൂയ, ഇനി അത് നിങ്ങളുടെ മേൽ വാഴരുത്. വാഴാതിരിക്കേണ്ടത്, അത് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഹല്ലേലൂയ, ഒന്നുകൂടെ പറയട്ടെ, ആമൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത് എന്ന് വെച്ചാൽ അത് വാഴാതിരിക്കാനുള്ള ആമൻ ഹല്ലേലൂയ അത് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമാണ്. പുതിയ മനുഷ്യനായ എനിക്കും നിങ്ങൾക്കുമാണ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. രക്ഷിക്കപ്പെട്ട പഴയ മനുഷ്യൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയോടാണ് പൗലോസ് പറയുന്നത്, ഇനി വാഴരുത്, ഇനി അതിന് സമർപ്പിക്കരുത്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സഹോദരി. ആമൻ നിന്റെ ഉത്തരവാദിത്തമാണ് ദൈവദാസനെ. ആമൻ പൈതലേ, നിന്റെ ഉത്തരവാദിത്തമാണ്. ക്രൂശിൽ കിടക്കുന്നവൻ അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ച ആമൻ നീ ഇനി എഴുന്നേക്കരുത് എന്നുള്ളത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിപ്പിൻ. ആമേൻ ഹല്ലേലൂയ. പാപത്തിന് സമർപ്പിക്കരുത്, ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ ആമൻ ഹല്ലേലൂയ, പുതിയ മനുഷ്യനായി ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആമൻ പഴയ മനുഷ്യനെ ആമൻ ക്രൂശിച്ചിരിക്കുകയാണ്. ആ ക്രൂശിച്ച മനുഷ്യൻ ആമൻ ഇനി വാഴുവാൻ നീ അനുവദിക്കരുത്. 2, അവിടെ പറയുന്നത്, നീ പാപത്തിന് കഴിഞ്ഞ നാളുകളിൽ സമർപ്പിച്ചതുപോലെ ആമൻ ഇനി നീ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ വചനം വളരെ കൃത്യമായി പറയുന്നത്, ആമേൻ 8:13 എഴുതിയിരിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഹല്ലേലൂയ, നിങ്ങൾ ജീവിക്കും. ഇന്ന് ആമൻ ഈ വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ, ആമൻ നമ്മുടെ അവയവങ്ങളിൽ വാഴുന്ന ജഡശക്തികളുണ്ടെങ്കിൽ ആമൻ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളാണ് ജഡീകത്വമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ദൈവമക്കളെ, അത് ആമൻ ഒരു തരത്തിലത് ശരിയാണെങ്കിലും അത് മുഴുവനായി ശരിയല്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ആമൻ ഹല്ലേലൂയ ജഡത്തിൻ്റെ പ്രവർത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വ, അസൂയ, കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒക്കെ അത് തുടർമാനം എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആമൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ള ആമൻ വളരെ കൃത്യമായ ആമൻ ലിസ്റ്റ് ആമൻ ലേഖനങ്ങളിൽ പൗലോസ് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആമൻ ഹല്ലേലൂയ. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, ആ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ആമൻ ദൈവത്തിൻ്റെ ഹിതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ ആമൻ ഹല്ലേലൂയ ആമൻ നിന്റെ ഒരു ചിന്ത തടയുന്നുണ്ടെങ്കിൽ അത് ജഡത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. ഹല്ലേലൂയ. ആമൻ നിന്നെ ആമൻ ഹല്ലേലൂയ മയക്കി, ആമൻ നിന്നെ ഉറക്കി, അല്ലെങ്കിൽ നിന്നെ ക്ഷീണിപ്പിച്ച് നിന്നെ തളർത്തി
വിവിധ ചിന്തകൾ ഇട്ടുകൊണ്ടാ. ആമൻ. നമ്മൾ പറയും അത് സാരമില്ലാത്ത ചിന്തയല്ല, അത് പാപമല്ല, ഞാൻ ദുർനടപ്പ് ചെയ്യുന്നില്ല, ഞാൻ മറ്റൊരു തെറ്റുകളും ചെയ്തില്ല, ഞാനൊരു പാപം ചെയ്യുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, നീ അറിയാതെ തന്നെ ആമൻ നിന്റെ അവയവങ്ങളിൽ നിന്ന് ആമൻ നിന്നെയും ദൈവത്തെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും തമ്മിൽ നിന്നെ അകറ്റുന്ന ചിലതൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആമൻ. അതിൻ്റെ മേലൊരു ജയം ആമൻ ഹല്ലേലൂയ ഈ രാത്രി എടുക്കണം, ഈ പകൽക്കാലം എടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരിക്കൽ മരിച്ച ജഡം, ആ ജഡത്തെ എന്ത് ചെയ്യണം? ജഡമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ആമൻ. ആ കാർണൽ മൈൻഡ്, ആ കാർണൽ മാൻ, ആമൻ. ആ കാർണൽ മനസ്സ്, ആ മനസ്സ് ആമൻ. ആ മനസ്സിനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, മരിപ്പിക്കണം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമൻ. വീണ്ടും പറയുന്നത് ഗലാത്യലേഖനം 5:24 പറയുന്നത് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 15:31 പറയുന്നത് ഞാൻ ദിവസേന മരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സംസാരിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി ഇരിക്കാതിരിക്കേണ്ടതിന് ഐ ഡൈ ഡെയിലി. ഹല്ലേലൂയ. ഞാൻ ദിവസേന മരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ശത്രു എന്ന് പറയുന്നത് ആമൻ നിന്റെ അകത്ത് തന്നെയാണ്. ആമൻ. പിശാചിന് എത്ര വലിയ ശക്തനായ പിശാചാണെങ്കിലും നീ ഒന്ന് റെസിസ്റ്റ് ചെയ്താൽ, വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും റെസിസ്റ്റ് ചെയ്താൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. പക്ഷെ നീ അറിയാതെ ആമൻ നീ വളർത്തുന്ന ചിലതുണ്ട്, നീ അറിയാതെ നീ പാല് കൊടുക്കുന്ന ചിലതുണ്ട്, നീ അറിയാതെ അത് കുഴപ്പമില്ല, അത് സാരമില്ല, അതൊരു ബലഹീനതയല്ലേ. ആമൻ. എൻ്റെ ഒരു ബലഹീനതയാണ്, അതെല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കാര്യമുണ്ടല്ലോ, ആമൻ, അതാണ് ജഡമനുഷ്യൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവിൽ ആർക്കെങ്കിലും ചലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അകത്തുയർന്നു വരുന്ന ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതിനെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റിവെക്കാറുണ്ട്. അതല്ല ദൈവവിധിയിലെ മറിച്ച് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്ന് പൊങ്ങി വരുന്ന, തിളച്ച് മറിഞ്ഞു വരുന്ന, പൊങ്ങി വരുന്ന തിരമാല പോലെ കയറി ഇറങ്ങി ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ, ഓ റംഷെ സേഖ ലംധരെ പ്രൗഷ റഗൽഖന അൽബ ധരഗക്ഷസ്യ, അതിനെ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം. യു ഹാവ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് യുവർ സെൽഫ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ക്യാരി യുവർ ക്രോസ് ഡെയിലി. ദിനം പ്രതി നിന്റെ ക്രൂശ് എടുത്ത് നീ അവനെ അനുഗമിക്കണം. യു ഹാവ് ടു ക്യാരി ദ ക്രോസ് ഡെയിലി. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരക്കഷ്ണം എടുത്ത് തലവെക്കാനോ ഏതെങ്കിലും ശരീരത്തെ ചതയ്ക്കാനോ ഇതൊന്നുമല്ല പറയുന്നത്. നമ്മുടെ അവയവങ്ങളിൽ നിന്ന് പൊങ്ങി വരുന്ന ചിലതുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഹല്ലേലൂയ ആത്മമനുഷ്യൻ ഒരിടത്തിരിക്കുമ്പോൾ ആത്മമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാതെ, ആത്മമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ, ദൈവത്തിന് നിന്നിൽ കൂടി ചെയ്യേണ്ടുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാതെ, നാളുകളായി, വർഷങ്ങളായി, ഒത്തിരി കാലമായി ലഭിച്ച വാഗ്ദത്തങ്ങളോ, ലഭിച്ച ആലോചനകളോ, ലഭിച്ച ദൈവിക വാഗ്ദത്തങ്ങളോ പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട പലരും ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? വചനം നമ്മൾ കേട്ടിട്ടില്ലേ? കാരണം ഇതാണ്, അവർ ജഡീകന്മാരായതുകൊണ്ടാണ് ഈ ഉപദേഷ്ടാക്കന്മാരാകാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ ജഡമനുഷ്യനുണ്ട്. ജഡീകന്മാരെയാണ് പൗലോസ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തൊരു ജഡമനുഷ്യനുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു കാർണൽ മൈൻഡ്, ഒരു മനസ്സ്, ആ മനസ്സിനകത്താണ് ഈ പോരാട്ടം മുഴുവനും നടക്കുന്നത്. നിന്റെ മനസ്സിനകത്താണ് ആ പോരാട്ടം മുഴുവൻ നടക്കുന്നത്. ആ മനസ്സിനകത്ത് നടക്കുന്ന പോരാട്ടം ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവിക പദ്ധതിക്കെതിരെ, ദൈവിക ഇഷ്ടത്തിനെതിരെ, ദൈവിക മനസ്സിനെതിരെ, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ അതിനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നിന്റെ ഉയർച്ചയെ തടയുകയാണ്.
അത് നിൻ്റെ വളർച്ചയെ തടയുകയാണ്. നിന്നിൽ നിന്ന് ആത്മാവിൻ്റെ നദി എന്തുകൊണ്ടാണ് പുറത്തു വരാത്തതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? നിൻ്റെ അകത്തുള്ള ഈ കാർണൽ മൈൻഡ്, ഹല്ലേലൂയ, ഈ കാർണൽ മൈൻഡ്, ഹല്ലേലൂയ, അത് നിന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. അവിടെയാണ് ഒരു വിടുതൽ ആവശ്യമുള്ളത്. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞു നിർത്തുമ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ചിലർക്ക് വിടുതൽ നടക്കാൻ പോകുകയാണ്. ചില അഡിക്ഷൻസ്, ചില സ്വഭാവങ്ങൾ, നമ്മൾ പറയാം അത് പാപമല്ല. ന്യൂസ് കാണുന്നത് പാപമല്ലല്ലോ. ആരോട് ചോദിച്ചാലും അത് പാപമല്ല. പക്ഷെ അമിതമായി ന്യൂസ് കാണുന്ന, ന്യൂസിൽ മാത്രം ജീവിക്കുന്നവരുണ്ട്. എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ന്യൂസിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അത് മാത്രം കാണുന്നവരുണ്ട്. എന്തിനേറെ പറയും, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ. വാട്സപ്പ് നിനക്കൊരു അഡിക്ഷൻ ആണെങ്കിൽ, യൂട്യൂബ് നിനക്കൊരു അഡിക്ഷൻ ആണെങ്കിൽ, അത് നിന്റെ കാർണൽ മൈൻഡിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഹല്ലേലൂയ. അത് ദൈവിക മനസ്സിന് വിരോധമാണ്. ഹല്ലേലൂയ. ഫേസ്ബുക്ക്, ഹല്ലേലൂയ, അതില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഒരു കാർണൽ മനുഷ്യനാണ്. നിന്റെ അകത്ത് ഒരു ജഡ മനസ്സുണ്ട്, ഒരു ജഡ മനസ്സുണ്ട്. ആ ജഡ മനസ്സ് നിന്നെ ഒതുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒതുക്കണം, ഇതിനെ ഒതുക്കണം. യു ഹാവ് ടു സേ ഗുഡ് ബൈ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യു ഹാവ് ടു കൺട്രോൾ. എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് വചനം പറയുന്നത്? ആത്മാവിനാൽ. ഓ റംഷ ഖേലമസിയ റംധേ ഖരബക്ഷസിയ വൈഡൽ ഖൗഡ റബക്ഷസിയ ലംധരെ ഖൗഡ പ്രൗഢ രഹസ്യ. ദൈവങ്ങളെ, നിങ്ങൾ ഒരു പ്രാവശ്യം ഇവനെ ഒതുക്കിയാൽ അന്നേരം മാത്രമേ ഒതുങ്ങത്തുള്ളൂ. നാളെയും നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് വരും. അതാണ് ഇവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കഴിഞ്ഞ വർഷത്തെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ജഡമനുഷ്യനെ അല്ലെങ്കിൽ കാർണൽ മാനെ നിങ്ങൾ തകർത്തു. നിങ്ങൾ ആത്മാവിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തു. 2-3 മാസം മുമ്പോട്ട് ചലിച്ചു. എന്നാൽ ഹല്ലേലൂയ, അവസരം വന്നപ്പോൾ ലോകവും പിശാചും എല്ലാം കൂടെ ചേർന്ന് നിന്നെ വീണ്ടും പഴയ മണ്ഡലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി, പഴയ മനുഷ്യനിലേക്ക് വലിച്ചു, പഴയ അനുഭവത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ നീ ചലിക്കുന്നത് പഴയ മണ്ഡലത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നീ ഒരു പരാജയത്തിൻ്റെ അനുഭവത്തിലാണ്. എന്നാൽ ഇന്ന് നിനക്കൊരു വിടുതലുണ്ട്. എപ്പോഴൊക്കെ നീ സ്വയമായി വചനം ധ്യാനിച്ച് തയ്യാറാകുമോ, അവിടെ നിനക്കൊരു വിടുതലുണ്ട്. അപ്പോഴൊക്കെ നിനക്കൊരു വിടുതലുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ആ വിടുതൽ വേണ്ടവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. Glory be to God. അപ്പോൾ കാർണൽ മൈൻഡ്, കാർണൽ മൈൻഡ്, ആ മനസ്സ്, അതൊരു മനസ്സാണ്. ദൈവങ്ങളെ, ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് നിർത്തി പറയട്ടെ. അതൊരു മനസ്സാണ്, കാർണൽ മൈൻഡ്. ഹല്ലേലൂയ. ഈ കാർണൽ മൈൻഡ് എന്ന് പറയുന്നത് കേവലം പാപത്തിൻ്റെ പട്ടികയിൽ മാത്രം നിങ്ങൾ അതിനെ എഴുതിത്തള്ളരുത്. അല്ലെങ്കിൽ പാപം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിഷയം മാത്രമായിട്ട് നിങ്ങൾ അതിനെ എഴുതിത്തള്ളരുത്. കാർണൽ മൈൻഡ് എന്ന് പറയുന്നത് ദൈവത്തോട്, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. മുമ്പേ യാക്കോബിൻ്റെ ലേഖനത്തിലും ഇത് തന്നെ നമ്മൾ വായിച്ചത്. ലോകം ആരോട് ശത്രുത്വമാണ്? ദൈവത്തോട് ശത്രുത്വമാണ്. ഇവിടെ ജഡത്തിൻ്റെ ചിന്ത എന്ന് വെച്ചാൽ കാർണൽ മൈൻഡ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. ദൈവത്തോട് ശത്രുത്വമാണ്. അതിനൊരു കോംപ്രമൈസ് ഇല്ല. ഹല്ലേലൂയ. കഴിഞ്ഞകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ ഈ ശത്രുത്വത്തിന്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ ഇത്ര നീളത്തിൽ പറഞ്ഞത് there is no chance. നിന്റെ കാർണൽ മൈൻഡ് ഉണ്ടല്ലോ, ആ കാർണൽ മൈൻഡിന് ഹല്ലേലൂയ ദൈവത്തോടൊരു കോംപ്രമൈസിലേക്ക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കാർണൽ മൈൻഡ്, ആ മൈൻഡ് എന്നും ഒരു ഫൈറ്റിലായിരിക്കും, എന്നും
എന്നും ആത്മമണ്ഡലത്തോടൊരു ഫൈറ്റിലായിരിക്കും. നിൻ്റെ അകത്തുള്ള അഭിഷേകത്തോട് എന്നും ഒരു ഫൈറ്റായിരിക്കും. ആമേൻ. നിൻ്റെ അകത്തുള്ള പുതിയ മനുഷ്യനോട് എന്നും ഒരു യുദ്ധമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് കാർണൽ മൈൻഡിനെ കുറിച്ച് ഒന്ന് രണ്ടു കാര്യോട് ഞാൻ പറയട്ടെ. എങ്ങനെയാണ് കാർണൽ മാൻ, ആമൻ, പാമൻ, ജഡമനുഷ്യനെ സംബന്ധിച്ച്, കാർണൽ മൈൻഡുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്താണ്? അവൻ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചലിക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവവചനം പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാർണൽ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പറയുന്നു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. കാർണൽ മാൻ നിന്നോട് പറയും, ഓ വിശ്വാസത്തിലൊന്നും കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് കാർണൽ മനുഷ്യൻ പറയും. ഹല്ലേലൂയ. ജഡമനുഷ്യൻ പറയും, ആമേൻ, ഹല്ലേലൂയ, നീ പ്രവർത്തിക്കാതെ എങ്ങനെ കാര്യം സാധിക്കുന്നത്? നീ ഇന്നത് ചെയ്യാതെ എങ്ങനെ കാര്യം നടക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ നീ ചില അത്ഭുതങ്ങൾ കാണും. നീ വിശ്വസിച്ചാൽ വിശ്വാസം എന്നൊരു കാര്യം വചനം ആത്മമനുഷ്യനിൽ കൂടി വെച്ച് നീട്ടുമ്പോൾ കാർണൽ മനുഷ്യൻ പറയുന്നത് ഹല്ലേലൂയ, വിശ്വാസം കൊണ്ട് കഥയില്ല, വിശ്വാസമല്ല പ്രവൃത്തിയാണ്. കാരണം പ്രവർത്തിക്കണമെന്ന് പറയും. അങ്ങനെ ഹല്ലേലൂയ, ഓരോ കാര്യത്തിലും ഈ കാർണൽ മനുഷ്യന് അവൻ്റേതായിട്ടുള്ള ലൗകിക ഒപ്പീനിയൻസ് ഉണ്ട്, അഭിപ്രായങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടുമാണ് പറയുന്നത്. നിങ്ങളുടെ അകത്തുള്ള കാർണൽ മനുഷ്യനോടാണ് ഞാൻ പറയുന്നത്, ആ ജഡമനുഷ്യനോടാ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തുള്ള ജഡമനുഷ്യൻ എന്തുണ്ട്? ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ പനി മാറാൻ പോകുകയാണെന്ന് അകത്ത മനുഷ്യൻ, പുതിയ മനുഷ്യൻ പറയുമ്പോൾ അകത്തിരിക്കുന്ന കാർണൽ മനുഷ്യൻ പറയും, ഓ ഇതിപ്പോഴേ മാറത്തില്ല. ഒരു കോഴ്സ് കഴിഞ്ഞ്, ഒരു ഡോസ് കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് അത് മാറത്തുള്ളെന്നാണ് അകത്തിരിക്കുന്നവൻ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കടഭാരം നീ വിശ്വസിച്ചാൽ മാറുമെന്ന് പുതിയ മനുഷ്യൻ പറയുമ്പോൾ അകത്തിരിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ, ജഡമനുഷ്യൻ പറയുന്നത് എന്താണ്? ഓ ഈ കടഭാരത്തിൽ ഇതുപോലെ ഒത്തിരി പേര് തകർന്നു പോയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനും തകരും. ഹല്ലേലൂയ. ഒരു പക്ഷേ ദൈവം പ്രവർത്തിക്കുമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും സോ കോൾഡ് സിൻ അല്ല ഞാൻ ഈ പറയുന്നത്. നിന്റെ ഉള്ളിലുള്ള, എൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ, ദൈവമക്കളുടെ ഉള്ളിലുള്ള ഹല്ലേലൂയ, ആ കാർണൽ മാൻ എന്ന് പറയുന്ന ആ സംഭവത്തെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അകത്തിരുന്ന് പറയുന്നു എനിക്കൊരു വിടുതൽ ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവവചനം പറയുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ വീണ്ടും ജനിച്ച മനുഷ്യൻ പറയുന്നു ഞാൻ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അകത്തിരുന്ന് കാർണൽമാൻ പറയും ഞാൻ വിടുവിക്കപ്പെടുമോ? ഹല്ലേലൂയ. സംശയം ഉളവാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. സംശയം ഉളവാക്കുന്നു. വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ഇന്ന് ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ ചിലതിനെ നമ്മൾ പുറത്താക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പാപങ്ങളുടെ പട്ടികയൊക്കെ ഉണ്ട്, അത് ശരിയാ, അതൊക്കെ പുറത്തു പോണം. പക്ഷേ നിന്റെ ആത്മീക ജീവിതത്തിന്റെ വിടുതൽ തടസ്സമായി നിൽക്കുന്ന നിന്റെ അകത്ത് നീ കൊണ്ടു നടക്കുന്ന, അതൊരു പ്രവാചകൻ ഒരു പക്ഷേ അത് പറയത്തില്ല. ഒരു പ്രവാചകൻ പറയുമ്പോൾ ഒരു പക്ഷേ നിന്റെ ഏതെങ്കിലും പ്രത്യേക പാപങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെയാ പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ ഒക്കെയാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ദിനം പ്രതി നീ കൊണ്ടു നടക്കുന്ന ഈ പഴയ മനുഷ്യൻ ഹല്ലേലൂയ ദിവസവും ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ക്രൂശിക്കും. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ അവൻ്റെ മേൽ ജയമെടുക്കും. ശക്തിയോടെ പുറത്തു വരും. എന്നാൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ജീവിതത്തിലേക്ക് നെഗറ്റീവ്നെസ്സിനെ കൊണ്ടുവന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് പിശാചാണെന്ന്. പിശാചിന് ഒരു പരിധി വരെയൊക്കെ ദൈവമക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. എന്നാൽ അതിനപ്പുറത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാന്നറിയാമോ? ഹല്ലേലൂയ. നീ ദിനം പ്രതി ഒതുക്കാത്ത ആ മനുഷ്യനാണ്. ഹല്ലേലൂയ. അതിനപ്പുറത്ത് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാന്നറിയാമോ? അത് നീ ദിനം പ്രതി ഒതുക്കാത്ത ആ
മനുഷ്യനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഐ ഡൈ ഡെയിലി. ഹല്ലേലൂയ എന്ന് വെച്ചാൽ ആമൻ എവരി ഡേ, എല്ലാ ദിവസവും നീ പറയണം ആമൻ ഞാൻ പുതിയ മനുഷ്യനാണ്, ഞാൻ പുതിയ മനുഷ്യനാണ്. ആമൻ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമൻ എൻ്റെ ദൈവം ജീവിക്കുന്നു. അവൻ അസാധ്യങ്ങളെ നോക്കി പറയണം. അസാധ്യങ്ങളെ നോക്കി നീ പറയും ആമൻ നീ എന്ന് പറയുന്നത് ഞാൻ ആ പഴയ മനുഷ്യനെ കുറിച്ചാ. ആമൻ നിന്റെ ഉള്ളിലുള്ള പുതിയ മനുഷ്യൻ ആമൻ അസാധ്യങ്ങളെ നോക്കി ആമൻ ഒരു ഹോപ്പ് നിനക്ക് തരുമ്പോ ആമൻ ഹല്ലേലൂയ ആമൻ നീ എന്ന് പറയുന്ന പഴയ മനുഷ്യൻ ആമൻ നീ അസാധ്യങ്ങളെ നോക്കി ഹോപ്പ്ലെസ് ആക്കി കളയുന്നു. ഹല്ലേലൂയ. ഓ റംഷ സെന്ധര, നിന്നെ ഹോപ്പ്ലെസ് ആക്കുന്ന ചിന്ത, ഓ റബ ശന്ധിയ, അതാണ് വചനം പറയുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം. ആമൻ ദൈവിക ചിന്തയോ ആമൻ ജീവനും സമാധാനവും തന്നെ. അവിടെ എഴുതിയിരിക്കുന്ന സ്പിരിച്വൽ മൈൻഡഡ് ഈസ് ആമൻ ലൈഫ് ആൻഡ് പീസ്. ആമൻ ശ്രദ്ധിക്കണമേ, ആ പദത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. സ്പിരിച്വൽ മൈൻഡഡ്. ആമൻ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദിനം പ്രതി വചനം കേട്ട് ആമൻ ഹൃദയം തുടിച്ച് നിറഞ്ഞ് സന്തോഷിച്ച് ആമൻ പോസിറ്റീവായിട്ട് സംസാരിച്ച് നടക്കുന്ന ആ ആത്മമനുഷ്യനുണ്ടല്ലോ, ആമൻ അവനാണ് സ്പിരിച്വൽ മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ആമൻ കാണുമ്പോൾ ഇല്ല ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എൻ്റെ കാര്യം കൈകാര്യം ചെയ്യും, ആമൻ ഞാൻ അവൻ്റെ മഹത്വം കാണുമെന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആമൻ ചില മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആമൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആമൻ ഒന്നും മുമ്പിലില്ലെങ്കിലും എല്ലാം ശൂന്യമാണെങ്കിലും എല്ലാം തകർച്ചയിലാണെങ്കിലും ഹല്ലേലൂയ പറയുവാൻ എടുത്തു പറയുവാൻ ഒന്നുമില്ലെങ്കിലും ഒരു നിറഞ്ഞ ഹൃദയത്തോടെ, അതാണ് പീസ്. ഹല്ലേലൂയ. ലൈഫ് ആൻഡ് പീസ്. ലൈഫ് ജീവനും സമാധാനവും, ജീവനും സമാധാനവും. പറഞ്ഞാട്ടെ, ജീവനും സമാധാനവും. ഹല്ലേലൂയ. ജീവനും സമാധാനവും. ആമൻ നിന്റെ മുമ്പിലെല്ലാം ആമൻ നെഗറ്റീവ് ആണെങ്കിലും, നിന്റെ മുമ്പിലെല്ലാം ആമൻ തകർന്നിരിക്കുകയാണെങ്കിലും, സ്പിരിച്വലി ഇഫ് യു ആർ എ സ്പിരിച്വലി മൈൻഡഡ് മാൻ, ആമൻ നീ ഒരു ആമൻ ആത്മ മനുഷ്യനാണെങ്കിൽ, നീ ഒരു ആത്മ മനുഷ്യനാണെങ്കിൽ ആമൻ നീ നടക്കുന്നത് ജീവനുള്ളവനായിട്ടാ. ഹല്ലേലൂയ. ആമൻ കരിവാളിച്ച മുഖത്തോടുകൂടെ കറുത്ത ആമൻ കരിവാളിച്ച ആമൻ കണ്ണും കുഴിഞ്ഞ ആമൻ രക്തമയമില്ലെന്ന് പറയുന്നത് പോലെ, നമ്മുടെ ആൾക്കാർ പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടല്ല, ആമൻ മുഖത്ത് ശോഭയുള്ള ആമൻ തേജസ്സുള്ള ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർ ഇന്ന് ആമൻ സമയത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമൻ ചിലരുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ പോകുക. ആമൻ നിന്റെ മേൽ ജീവനും സമാധാനവും, ജീവനും സമാധാനവും, ജീവനും സമാധാനവും. ആമൻ ഡോണ്ട് കെയർ. ആമൻ ലോകത്തിലുള്ള വിഷയത്തെ നീ നോക്കണ്ട, ഇപ്പോഴുള്ള പ്രശ്നത്തെ നീ നോക്കണ്ട. ഡോണ്ട് കെയർ അറ്റ് ഓൾ. ആമൻ ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ, ആമൻ ആമൻ ജീവനും സമാധാനവും നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. ആമൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരവിടെ ചലിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ആമൻ ദൈവമക്കളുടെ മേൽ ആമൻ ആ ദൈവിക സമാധാനം ചലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദിനം പ്രതി നിന്നെ കൊല്ലുന്ന ഓ റഷാന്തേ ലബർഖനയ ആമൻ നിന്റെ ആത്മ മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്ന, നിന്റെ ആത്മ മനുഷ്യനെ നെഗറ്റീവ് പറഞ്ഞ, നിന്റെ ആത്മ മനുഷ്യനെ ആമൻ ഹല്ലേലൂയ ആമൻ നിരാശപ്പെടുത്തി അൽഖന ഖട്ടസിയ അവന് ശക്തിയുണ്ട്, ബലമുണ്ടെങ്കിലും നിന്റെ അകത്തിരിക്കുന്ന പഴയ മനുഷ്യൻ ആമൻ നീ അനുവദിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തായിത്തീരും, ആമൻ എൻ്റെ മകളുടെ വിഷയം എന്തായിത്തീരും, എൻ്റെ ആമൻ ഹല്ലേലൂയ എൻ്റെ തലമുറയുടെ ആമൻ എൻ്റെ ആമൻ മോൻ്റെ കാര്യം എന്തായിത്തീരും, എൻ്റെ ജോലി എന്തായിത്തീരും, എൻ്റെ ഈ വിഷയം എന്തായിത്തീരും. ഇത് നിന്നെ ദിവസവും ആ പഴയ മനുഷ്യൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ആമൻ പക്ഷെ നിന്റെ അകത്ത മനുഷ്യൻ പറയില്ല, ഹി ഈസ് ഗോയിങ് ടു ആമൻ ഹല്ലേലൂയ വിജയിക്കാൻ പോകുകയാണ്. അതാ പൗലോസ് പറയുന്നത്. ഒരേ ഉറവയിൽ നിന്ന്, നമ്മൾ നാവിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ ഒരേ മനുഷ്യനിൽ നിന്ന് രണ്ടും പുറത്തു വരുന്നുണ്ട്. ഹല്ലേലൂയ. ജീവനും പുറത്തു വരുന്നുണ്ട്. ഹല്ലേലൂയ. മരണത്തിൻ്റെ വാക്കുകളും പുറത്തു വരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ കാർണൽ മൈൻഡിനെ, ആ മനസ്സിനെ ഇന്ന് നമ്മൾ തകർക്കാൻ പോകുകയാണ്. പഴയ മനുഷ്യനെ ക്രൂശിക്കണം.
ആമേൻ ഹല്ലേലൂയ. ആമേൻ 1999 രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ടതാ. പക്ഷേ ഇന്നവൻ നിന്നിൽ ജീവിക്കുന്നുണ്ട്. ഇന്നവൻ നിന്നിൽ ജീവിക്കുന്നുണ്ട്. ആരാ കാരണം? ദൈവമല്ല കാരണം, പരിശുദ്ധാത്മാവല്ല കാരണം, ഹല്ലേലൂയ, ദൈവശക്തി അല്ല അതിൻ്റെ കാരണം, വചനമല്ല അതിൻ്റെ കാരണം, നീയാണ് അതിൻ്റെ കാരണം. യു അലൗ ദ ഓൾഡ് മാൻ. അവനെ നീ അനുവദിച്ചു. പൊങ്ങി വന്നപ്പോൾ നീ പറഞ്ഞു, യെസ് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഒരു നിരാശയുടെ വാക്ക് അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് നീ പറഞ്ഞു. ഇല്ല, അത് തെറ്റാണ്. അൽബര ശംധരെ പ്രൗഷ ധകല ഖൗഡ അൽഖജ രബൗഷസി അധരബ. അവൻ ഉരിഞ്ഞു കളയുവാൻ പഴയ മനുഷ്യന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക, ഉരിഞ്ഞു കളയുക. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ, കാർണൽ മൈൻഡ് ഈസ് ആമേൻ ഹല്ലേലൂയ എനിമിറ്റി എഗൈൻസ്റ്റ് ഗോഡ്. ദൈവത്തോട് ശത്രുത്വമാണ്. എന്നാൽ ഹല്ലേലൂയ സ്പിരിച്വലി മൈൻഡഡ് ഈസ് ലൈഫ് ആൻഡ് പീസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ലൈഫും പീസും ഈ ആരാധനയിൽ ഇപ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ നിറയാൻ പോകുക. ആമേൻ ഹല്ലേലൂയ. നിന്നോട് തന്നെ പറ, ആമേൻ യു ഹാവ് ടു. ആമേൻ ഹല്ലേലൂയ. നിന്നോട് തന്നെ പറ, ആമേൻ ഹല്ലേലൂയ, പഴയ മനുഷ്യനെ ആമേൻ ഹല്ലേലൂയ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ആമേൻ യു കൗണ്ട് യുവർ സെൽഫ്. എന്നിൽ യേശു ജീവിക്കുന്നു എന്ന് പറ, എന്നിൽ യേശു ജീവിക്കുന്നു എന്ന് പറ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് പലപ്പോഴും നിന്നിൽ ഡ്രൈനസ് വരുന്നത്? ഈ ഡ്രൈനസ് വരുന്നതിന് ആമേൻ പല റീസൺസ് ആണ് അതിനുള്ളത്. ഒരു റീസൺ ഈ കാർണൽ മൈൻഡ് ചിലപ്പോഴൊക്കെ പൊങ്ങി വരികയാണ്. ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇന്ന് ഈ രാത്രി ഞാൻ പറയട്ടെ, അവനോട് പറയണം, ഇല്ല ഞാൻ മഹത്വം കാണാൻ പോകുകയാണ്. പറഞ്ഞാട്ടെ, ആ ജീവൻ ചിലരിൽ നിന്ന് വെളിവ് വരാൻ പോകുക അല്ല, ഇവിടെ ആ ജീവൻ വ്യാപരിക്കുന്നു. പീസ് ആൻഡ് ലൈഫ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, എനിക്ക് ആ പീസ് ആൻഡ് ലൈഫ് വേണം. ആ പീസ് ആൻഡ് ലൈഫ് ഇപ്പോൾ വേണം. ഐ നീഡ് പീസ് ആൻഡ് ലൈഫ്. സ്പിരിച്വലി മൈൻഡഡ്. ആമേൻ. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ അതിനകത്ത് ഒന്ന് ഇറങ്ങി പറഞ്ഞാൽ, അവൻ എപ്പോഴും ആത്മീയ കാര്യം മാത്രം ചിന്തിക്കുക. അതാണ് സ്പിരിച്വലി മൈൻഡഡ്. എപ്പോഴും ആത്മീയ കാര്യം മാത്രം ചെയ്യുന്നു വെച്ചാൽ മറ്റ് വീട്ടിലെ കാര്യം ഒന്നും ചെയ്യേണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വിഷയത്തിലും ആമൻ ബിബ്ലിക്കലായി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഹല്ലേലൂയ. ഏതൊരു വിഷയം ആമൻ ഹല്ലേലൂയ. ആമൻ കിച്ചണിൽ ഒരു സാധനം കുറവാകുമ്പോൾ ഉടനെ നമ്മൾ ശപിക്കുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറയല്ല. ഇല്ല, നമുക്കത് പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതുപോലെ ജീവിതത്തിൽ എന്ത് വന്നാലും ബിബ്ലിക്കലായിട്ട് പോസിറ്റീവായിട്ട്, അതാണ് സ്പിരിച്വലി മൈൻഡഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ എപ്പോഴും അന്യഭാഷ പറഞ്ഞ് ആരെയും മൈൻഡ് ചെയ്യാതെ കണ്ണുടച്ച് നടക്കുന്നതല്ല സ്പിരിച്വലി മൈൻഡഡ് എന്ന് പറയുന്നത്. ഓ ശംധോ റാബ ലംധോ കോറ ലംധേ ബാറ ശംധേ ലബറ ഹൗഥ ലബദി ഖൗഡെ പ്രൗഠ ലബദ റൗഠ ലംധേ രെ ഖൗഡെ ബൗഷ ലംധേ രബദ ഖൗഡ ലംധേ രെ ഖൗഡെ അംധേ രെ ഖാന. എന്ത് കണ്ടാലും, എന്തു പറഞ്ഞാലും, എന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്പിരിച്വൽ മോട്ടിവേഷനോടുകൂടി, ഒരു സ്പിരിച്വൽ ഐസോടുകൂടി, ഒരു ആത്മിക ചെവിയോടുകൂടി, ഒരു ആത്മിക കരത്തോടുകൂടി, കാലോടുകൂടി, മനസ്സോടുകൂടി ജീവിതത്തെ എൻകൗണ്ടർ ചെയ്ത് അഭിമുഖീകരിച്ച് മുന്നോട്ട് ചലിക്കുന്നവനാണ് ആത്മമനുഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പുത്രിമാരെ ജനിപ്പിച്ചു എന്ന് വചനം പറയുന്നു. അവൻ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ തന്നെ അവന് കുടുംബം ഉണ്ടായിരുന്നു, അവന് ഭൂമിയിലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നടന്നാൽ വചനം എന്താ പറയുന്നത്? യു ഹാവ് ലൈഫ് ആൻഡ് പീസ്. നിനക്കെന്തുണ്ട്? സമാധാനമുണ്ട്, ലൈഫ് ഉണ്ട്. ലൈഫ് എന്ന് പറഞ്ഞ ജീവൻ. ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് അല്ല ഞാൻ ഈ പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ജീവൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവൻ നിന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും.